ഹലോ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 400 ഗ്രാം കോളിഫ്ലവറാണ്. നന്നായി കട്ട് ചെയ്തിട്ട് അത് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് മഞ്ഞൾപ്പൊടി, ഉപ്പ് കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഇതിൻ്റെ കൃമിയും കീടവും എല്ലാം നന്നായി നശിച്ചു പോകും. അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുക്കാം. കോളിഫ്ലവർ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ കോളിഫ്ലവർ ഫ്രൈക്കും. തിള വരുമ്പോഴേക്ക് നേരത്തെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കോളിഫ്ലവർ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്ററിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, നാരങ്ങാ നീര് 1 ടീസ്പൂൺ. അതിനുശേഷം ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഈ മസാലകളെല്ലാം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം സ്റ്റെപ്പായി വേണം വെള്ളം ചേർത്ത് കൊടുത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ പാകത്തിന് ബാറ്റർ റെഡിയായി കിട്ടത്തില്ല. ഇനി ഈ ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കോളിഫ്ലവർ വേവിക്കാൻ വെച്ചപ്പോൾ അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുക്കുക. നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കോളിഫ്ലവർ വെന്ത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ കോളിഫ്ലവറിൽ മൊത്തം ബാറ്റർ പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 15 മിനിറ്റ് വെച്ചിരുന്ന് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇത് വറുക്കാൻ പോവുകയാണ്. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ വറുക്കാൻ ആവശ്യമായി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ബാറ്ററിൽ മുക്കി വെച്ചിരുന്ന കോളിഫ്ലവർ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കോളിഫ്ലവർ ഫ്രൈക്ക് മുന്നിൽ ചിക്കൻ ഫ്രൈ പോലും മാറി നിൽക്കും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.